ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള വാട്ടർ ആൻഡ് ലൈഫ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെള്ളത്തിൻ്റെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ സൊല്യൂട്ട് എന്താണ്, സോൾവെൻ്റ് എന്താണ്, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ നിർത്തിയത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ പോയി കാണണം. അതേപോലെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്കറിയാം, നമുക്ക് ഈ ഒരു വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ഇനി ചാപ്റ്ററിലൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ മോഡലായിരിക്കില്ല ഈ വർഷം. കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട്. പ്ലേലിസ്റ്റിൽ 5ാം ക്ലാസ്സിലത്തെ ഓണം പരീക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി ഒന്ന് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. ഇനി അടുത്തത് ഇവിടെ ഒരു 3 ആക്ടിവിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഡു ഫോളോയിങ് എക്സ്പെരിമെൻറ്റ് യൂസിങ് വാട്ടർ, ഷുഗർ ആൻഡ് ഇങ്ക്. വെള്ളവും അതേപോലെ ഷുഗർ, പഞ്ചസാരയും പിന്നെ ഇങ്ക്, മഷിയും വെച്ചിട്ടുള്ള ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ 3 എണ്ണത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ 1 എന്ന് പറയുന്നത് ടേക്ക് വാട്ടർ ഇൻ 2 ഗ്ലാസസ് ആൻഡ് മിക്സ് ഷുഗർ ഗ്രെയിൻസ് ഇൻ 1 ആൻഡ് പൗഡേർഡ് ഷുഗർ ഇൻ അതർ. അതായത് ഷുഗർ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ പഞ്ചസാരല്ലേ അത്, അതായത് ഈ തരിയായിട്ട് വരുന്ന പഞ്ചസാര. പൗഡേർഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചസാര പൊടിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര തരികളിടുക. അതിനുശേഷം രണ്ടാമത്തെ ഗ്ലാസ്സിൽ എന്ത് ചെയ്യണം, ഈ പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, പൗഡേർഡ് ഷുഗറുമാണ് ഇടുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഏതാണ് പെട്ടെന്ന് ഡിസോൾവ് ആവുന്നത്, പെട്ടെന്ന് വെള്ളത്തിൽ അലിയുന്നത് ഏതാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഏതായിരിക്കും? നമുക്കറിയാം, പൊടിച്ച പഞ്ചസാരയായിരിക്കും പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സൊല്യൂഷനിൽ ഏതാണ് പെട്ടെന്ന് ലയിക്കുന്നത്? അതായത് പൗഡേർഡ് ഷുഗറാണ് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പഞ്ചസാര പൊടിക്കുമ്പോൾ അവിടുത്തെ സർഫസ് ഏരിയ കൂടുന്നത് കൊണ്ട് ആണ് ഈ പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്നത്. ഈ സർഫസ് ഏരിയ ഒക്കെ നിങ്ങൾ വലിയ ക്ലാസ് പഠിക്കും. ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ പൊടിക്കുന്ന പഞ്ചസാരയാണ് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി സിറ്റുവേഷൻ 2 ആണ്. ടേക്ക് 2 ഗ്ലാസ് ഓഫ് വാട്ടർ, dissolve sugar in the first glass with stirring and dissolve the sugar in second glass without stirring. Stir ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇളക്കുക. ഇതേപോലെ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ 2 ഗ്ലാസ് എടുക്കുക, അതിൽ വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് പഞ്ചസാര, നമ്മൾ സാധാ പഞ്ചസാര 2ൽ ഇട്ട് വെക്കുക. ആദ്യത്തെ ഗ്ലാസ്സിലത്തെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ആദ്യത്തെ ഗ്ലാസ്സിലെ പഞ്ചസാര നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ ഗ്ലാസ്സിൽ അതേപോലെ തന്നെ വെക്കുക. എന്നിട്ട് നമ്മളോട് ചോദിച്ചത്, ഇത് 2 ഗ്ലാസ്സിലും ഏതിലെ പഞ്ചസാരയാണ് പെട്ടെന്ന് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത്? നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന പഞ്ചസാരയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ വെച്ചാലുള്ള പഞ്ചസാരയാണോ? ഇവിടുത്തെ ആൻസറാണ് ഷുഗർ ഇൻ ദ ഫസ്റ്റ് ഗ്ലാസ് വിത്ത് സ്റ്റിറിങ്. ഇളക്കിക്കൊണ്ടിരിക്കുന്ന പഞ്ചസാരയാണ് വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുക. നമ്മൾ വീടുകളിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാരങ്ങ വെള്ളമോ അങ്ങനെ വല്ലതും ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊതുവെ പഞ്ചസാര അതിലിട്ട് അങ്ങ് പോവുകയല്ലേ ചെയ്യല്ലേ, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. എന്തിനാണ്? പെട്ടെന്ന് ലയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഈ പഞ്ചസാരൻ്റെ തരികളും അതേപോലെ തന്നെ വെള്ളവുമായിട്ട് കുറേ നേരം കോണ്ടാക്റ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രാക്ഷനിൽ വരുമ്പോൾ അത് വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുകയാണ് ചെയ്യുക. വെറുതെ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ കുറേ സമയം എടുക്കും അത് ലയിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി 3ാമത്തെ സൊല്യൂഷനാണ് ടേക്ക് ഹോട്ട് വാട്ടർ ഇൻ 1 ഗ്ലാസ്, കോൾഡ് വാട്ടർ ഇൻ അനദർ ഗ്ലാസ് ആൻഡ് മിക്സ് എ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഇൻ ഈച്ച്. അതായത് ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം എടുക്കുന്നുണ്ട്, മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു തുള്ളി മഷി നമ്മൾ ഉറ്റിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ ഏതാണ് പെട്ടെന്ന് ഈ ഒരു വെള്ളത്തിൽ ലയിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? ആ ചൂടുവെള്ളത്തിലാണോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലാണോ പെട്ടെന്ന് മഷി ലയിക്കുന്നതെന്നാണ് ചോദ്യം. ഇവിടുത്തെ ആൻസർ ഏതാണ്? ചൂടുവെള്ളത്തിലായിരിക്കും മഷി പെട്ടെന്ന് ലയിക്കുന്നത്. ഓക്കെ, അതിന് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഇടുന്ന അതേപോലെ തണുത്ത വെള്ളത്തിൽ പഞ്ചസാര ഇട്ടാലും പെട്ടെന്ന് ലയിക്കുന്നത് ചൂടുവെള്ളത്തിലായിരിക്കും. അത് മറ്റൊന്നുമല്ല, ഈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ വാട്ടർ മോളിക്യൂൾസ് പെട്ടെന്ന് മൂവ് ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ്. ഇവിടെ മറ്റൊരു ചോദ്യമാണ്, ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ സ്പീഡ് അറ്റ് വിച്ച് ഷുഗർ ആൻഡ് ഇങ്ക് ഡിസോൾവ്? അപ്പോൾ ഇവിടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തതിൽ ഷുഗർ ഡിസോൾവ് ആയതാണോ അല്ലെങ്കിൽ ഇങ്ക് ചൂടുവെള്ളത്തിൽ ഡിസോൾവ് ആവുന്നതാണോ, അല്ലെങ്കിൽ ഷുഗർ സാധാ വെള്ളത്തിൽ നമ്മൾ ഇളക്കിയും അതേപോലെ തന്നെ പൗഡറാക്കിയും ഡിസോൾവ് ആവുന്നതിലാണോ വേഗത കൂടുതൽ എന്നാണ് ചോദ്യം.
ഏതിലാണ്? ഇങ്ക് ഡിസോൾവ് ആവുന്നത് അല്ലേ? ഇങ്ക് ചൂടുവെള്ളത്തിൽ ഡിസോൾവ് ആവുന്നതാണ് ഇവിടെ സ്പീഡ് കൂടുതൽ. ഞാൻ പറഞ്ഞു മറ്റൊന്നുമല്ല, ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ വാട്ടർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പിന്നെ വെള്ളത്തിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ H2O ആണ്. ഹൈഡ്രജനും അതേപോലെ ഓക്സിജനും ചേർന്നതാണ് വാട്ടർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ചെറിയ ചെറിയ വാട്ടർ മോളിക്യൂൾസ് വെള്ളത്തിലുണ്ടാകും. അപ്പോൾ അതുമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വലിയ ക്ലാസ് പഠിക്കും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അപ്പോൾ അതുമായിട്ട് ഇൻറ്ററാക്ഷനിൽ വരുമ്പോൾ ഈ ഇങ്കും ഇൻറ്ററാക്ഷനിൽ വരുമ്പോഴാണ് പെട്ടെന്ന് ചൂടുവെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത്. ഇനി ഇവിടെ അടുത്തൊരു ചോദ്യമാണ് ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫാക്ടേഴ്സാണ്, ഏതൊക്കെ ഘടകങ്ങളാണ് ഒരു വസ്തുവിനെ വെള്ളത്തിൽ ലയിക്കാൻ സ്വാധീനിക്കുന്നത് എന്നാണ് ചോദ്യം. ഈ ഒരു 3 എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് 3 ചെയ്തിട്ടുള്ള ഒരു 3 സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ എഴുതാം. ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് നമുക്ക് പറയാം പൗഡേർഡ് സബ്സ്റ്റൻസ് സ്റ്റിറിംഗ് ടെമ്പറേച്ചർ ഈസ് ദ ഫാക്ടർ ദാറ്റ് എഫക്ട് ഡിസൊല്യൂഷൻ ഓഫ് വാട്ടർ. അതായത് പൗഡേർഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പൗഡേർഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സബ്സ്റ്റൻസ് നമ്മൾ പൊടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ച് ചേരും. പിന്നെ സ്റ്റിറിങ് നന്നായിട്ട് ഇളക്കുകയാണെങ്കിൽ അതും പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ച് ചേരുന്നതാണ്. പിന്നെ മൂന്നാമത്തത് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അതും എന്താണ് വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ച് ചേരും. അപ്പോൾ ഇത്രയാണ് 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 3 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ ഇതൊക്കെയാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് വാട്ടർ ഇൻ മെനി ഫോംസ്. വെള്ളം പല രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേ, ലുക്ക് അറ്റ് ദ പിക്ചർ. അപ്പോൾ ഇവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. എന്താണ് അത്? ഐസ് ക്യൂബിൻ്റെ ചിത്രമാണ്. ഹൗ ഈസ് ഐസ് ഫോംഡ്? എങ്ങനെയാണ് ഐസ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ പൊതുവേ വെള്ളം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ നന്നായിട്ട് കുറഞ്ഞു വരുമ്പോഴാണ് ഐസായിട്ട് ഫോം ചെയ്യുന്നത്. ഐസ് ഈസ് ദ സോളിഡ് ഫോം ഓഫ് വാട്ടർ. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഖരരൂപമാണ് എന്തെന്ന് പറയുന്നത്? ഐസ് എന്ന് പറയുന്നത്. വെള്ളം നമ്മൾ നോർമൽ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമാണ്. അതായത് ദ്രാവകാവസ്ഥയിലാണ് വെള്ളമുള്ളത്. അപ്പോൾ അതിൻ്റെ ഖരാവസ്ഥയിലാണ് ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 3 സ്റ്റേറ്റ്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇങ്ങനെയാണ് 3 സ്റ്റേറ്റ്. അപ്പോൾ ഈ സോളിഡ് എന്ന് പറയുന്നത് എന്താണ്? പൊതുവെ കുറച്ചൊക്കെ കട്ടിയുള്ള വസ്തുക്കളില്ലേ, അതിനെയാണ് നമ്മൾ സോളിഡ് എന്ന് പറയുന്നത്, ഖരാവസ്തു എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ്, ഈ വെള്ളം പോലെ ഇരിക്കുന്ന ഒഴുകുന്ന വസ്തുക്കളെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി ഗ്യാസ് നമുക്ക് പൊതുവേ കാണാൻ പറ്റില്ല, നമുക്ക് ചുറ്റുമുണ്ട്. അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ചെറിയൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഐസ് ഈസ് ദ സോളിഡ് ഫോം ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഖരാവസ്ഥയിലുള്ള രൂപമാണ് എന്തെന്ന് പറയുന്നത്? ഐസ് എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ആർ ദ യൂസസ് ഓഫ് ഐസ്? ഐസിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? നമ്മൾ എന്തിനൊക്കെയാണ് ഐസ് യൂസ് ചെയ്യുന്നത്? അവിടെ ഓൾറെഡി പോയിന്റ് 1 കൊടുത്തിട്ടുണ്ട്. ടു പ്രിസർവ് ഫുഡ് ഐറ്റംസ് ഫ്രം സ്പോയിലിംഗ് എന്ന് പറഞ്ഞാൽ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ നമ്മളുടെ ഭക്ഷണങ്ങളൊക്കെ വെക്കാറുണ്ട്. എന്തിനാണ്? കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്നാമത്തെ പോയിൻ്റാണ് ഫുഡ് കേടുവരാതിരിക്കാൻ. പിന്നെ ടു പ്രിസർവ് ഫിഷ്. ഈ മുക്കുവന്മാരൊക്കെ കടലിൽ പോയി മീൻ പിടിച്ച് തിരിച്ചു വരുമ്പോഴേക്കൊക്കെ 3-4 ദിവസങ്ങളെടുക്കും. അപ്പോൾ ഇത്രയും ദിവസമൊക്കെ മീൻ എന്താവും? ചീഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും? ഐസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത പോയിൻ്റാണ് ടു മേക്ക് ഡ്രിങ്ക്സ് കൂൾ. നമ്മൾ പാനീയങ്ങളൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടും ഐസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയുന്ന പോയിൻ്റൊക്കെ അവിടെ ആഡ് ചെയ്യാം. ഇനി അടുത്ത ചോദ്യമാണ് വാട്ട് ഹാപ്പൻ ഇഫ് ദ ഐസ് ഈസ് ലെഫ്റ്റ് ഔട്ട്സൈഡ് ഫോർ എ ഷോർട്ട് ടൈം. അതായത് ഈ ഐസൊക്കെ നമ്മൾ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചാൽ എന്താണ് സംഭവിക്കുക? അതായത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം നമ്മളുടെ സാധാ ടെമ്പറേച്ചറിൽ കൊണ്ടുപോയി വെച്ചാൽ അത് പെട്ടെന്ന് മെൽറ്റാവും, ഉരുകി പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഇറ്റ്സ് മെൽറ്റ്. ഇനി അതിൻ്റെ റീസൺ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദീസ്? അതിൻ്റെ റീസൺ എന്താണ്? ഫ്രിഡ്ജിനുള്ളിലൊക്കെ ടെമ്പറേച്ചറും അതേപോലെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല. അതായത് നോർമൽ ടെമ്പറേച്ചറിൽ ഈ ഐസ് എന്താവും? മെൽറ്റാവാൻ തുടങ്ങും. ഈ ഐസിന് വേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പൊതുവേ എന്താണ്? 1 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു അത്രയും ടെമ്പറേച്ചർ കുറഞ്ഞ അവസ്ഥയിലാണ് ഈ ഐസായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മളുടെ ടെമ്പറേച്ചറിലോട്ട് വരുന്നതിനനുസരിച്ച്
അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഈ ഐസൊക്കെ മെൽറ്റ് ആവാൻ തുടങ്ങും, ഉരുകാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ടേബിളാണ് ഇനി അടുത്തത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് നോക്കി വെക്കുക. അപ്പോൾ ഇത് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, സിറ്റുവേഷനും ഒബ്സർവേഷനും. നമ്മളുടെ വീട്ടിലൊക്കെ നിങ്ങളൊക്കെ അടുക്കളയിൽ കയറുന്നവരാണെങ്കിൽ ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ നോക്കിക്കേ, വെൻ ഐസ് ഈസ് കെപ്റ്റ് ഇൻ എ വെസൽ. നമ്മളൊരു ഐസ് ചുമ്മാ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഐസ് മെൽറ്റ് ആവുന്നതിലെ ഐസ് ഉരുകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഒബ്സർവേഷൻ എന്താണ്? ഇറ്റ് ഗെറ്റ് മെൽറ്റ്, അതായത് ഐസ് മെൽറ്റ് ആവും. രണ്ടാമത്തേതാണ് വെൻ ഐസ് ഈസ് ഹീറ്റഡ്. ഇനി ഈ ഐസ് നമ്മൾ നന്നായിട്ട് ചൂടാക്കുകയാണ്, ഗ്യാസ് മേലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുമ്പോൾ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? അത് ഉരുകി വെള്ളം പോലെയാവും അല്ലേ? അതാണ് ഇവിടെ എഴുതിയത്, ഇറ്റ് ഗെറ്റ് മെൽറ്റഡ് ആൻഡ് ടേൺ ഇൻസ് ടു വാട്ടർ. ഉരുകി വെള്ളം പോലെയാവും. ഇനി മൂന്നാമത്തതാണ് വെൻ ദ വാട്ടർ ഇൻ ദ വെസൽ ബോയിൽസ്. നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുക്കുന്നു, അത് നന്നായിട്ട് ചൂടാക്കുന്നു. ബോയിൽസ് ചെയ്യാന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇറ്റ് ടേൺസ് ഇൻ ടു സ്റ്റീം. സ്റ്റീം എന്ന് പറഞ്ഞാൽ ആവിയാവുക. അതായത് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും, ഗ്യാസിലൊക്കെ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് പിന്നെ അത് അടപ്പിടാതെ വെള്ളം എടുത്ത് വെച്ചാൽ കുറച്ച് സമയം നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ നീരാവിയായിട്ട് പോകുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ അതാണ് സ്റ്റീം എന്ന് പറഞ്ഞാൽ. അത് നന്നായി തിളച്ച് കഴിയുമ്പോൾ, വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അത് സ്റ്റീമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നാലാമത്തതാണ് വെൻ ലുക്കിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ലിഡ് ഓഫ് ദ വെസൽ ആഫ്റ്റർ ബോയിലിംഗ് ദ വാട്ടർ. ഇനി നന്നായിട്ട് തിളച്ച വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരടപ്പ്, ഈ പാത്രത്തിന് ഒരു അടപ്പ് വെച്ചാൽ, ലിഡ് എന്ന് പറഞ്ഞാൽ അടപ്പ് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഈ അടപ്പിൻ്റെ മുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വെള്ളത്തുള്ളികൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, വെള്ളത്തിൻ്റെ സോളിഡ് ഫോമാണ് അല്ലെങ്കിൽ ഖരാവസ്ഥയാണ് ഐസ് എന്ന് പറയുന്നത്. അതേപോലെ വെള്ളത്തിൻ്റെ വാതകാവസ്ഥ ഗ്യാഷ്യസ് ഫോമാണ് സ്റ്റീം എന്ന് പറയുന്നത്, നീരാവി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ഐസ് എടുത്ത് നന്നായിട്ട് ചൂടാക്കുകയാണെങ്കിൽ അത് എന്താവും? മെൽറ്റ് ചെയ്യാൻ തുടങ്ങും, അതായത് വെള്ളം പോലെ ആവാൻ തുടങ്ങും. പിന്നെ ആ വെള്ളം എടുത്ത് നമ്മൾ വീണ്ടും ബോയിൽ ചെയ്യുകയാണെങ്കിൽ, തിളപ്പിക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൻ്റെ മറ്റൊരു ഫോമായിട്ടുള്ള സ്റ്റീമിലോട്ട് മാറും. സ്റ്റീം എന്ന് പറഞ്ഞാൽ നീരാവിയായിട്ട് മാറാൻ തുടങ്ങും. അങ്ങനെ 3 സ്റ്റേജസ് ആണുള്ളത്. വെള്ളത്തിന് സോളിഡ് ഫോം ഉണ്ട്, ലിക്വിഡ് ഫോം ഉണ്ട്, ഗ്യാഷ്യസ് ഫോം ഉണ്ട്. ഗ്യാഷ്യസ് ഫോമാണ് സ്റ്റീം എന്ന് പറയുന്നത്. ഇനി അടുത്തത് കുറച്ച് എക്സാമ്പിൾസ് അവിടെ എഴുതാനാണ് പറഞ്ഞത്. അതായത് ഇൻ മെനി സിറ്റുവേഷൻ വി യൂസ് ദ എബിലിറ്റി ഓഫ് വാട്ടർ ടു കണ്ടക്ട് ഹീറ്റ് വിച്ച് ആർ ദോസ് സിറ്റുവേഷൻ. അതായത് ചൂട് വഹിക്കാനുള്ള അല്ലെങ്കിൽ ചൂട് പിടിച്ചു നിർത്താനുള്ള വെള്ളത്തിൻ്റെ ഈ ഒരു കഴിവ് നാം പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അവിടെ പോയിന്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ എക്സാമ്പിൾ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഫോർ കുക്കിംഗ് റൈസ്, അതായത് അരി വേവിക്കാൻ. ഇനി 2 നമ്മൾ പറയണം. അതായത് ഒന്ന് ബോയിലിംഗ് എഗ്ഗ്, കോഴിമുട്ടയൊക്കെ പുഴുങ്ങാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഫോർ കുക്കിംഗ് വെജിറ്റബിൾസ്, പച്ചക്കറിയൊക്കെ വേവിക്കാൻ. ഹാവൻറ്റ് യു നോട്ടീസ് ദാറ്റ് വെൻ വാട്ടർ ഈസ് ഹീറ്റഡ് ഇറ്റ് റൈസ് അപ്പ് ആസ് സ്റ്റീം. അതായത് നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നുണ്ട്? വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം നീരാവിയായിട്ട് സ്റ്റീമായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വാട്ട് ഹാപ്പൻ ടു ദ മോയ്സ്ചർ ഇൻ ദ വെറ്റ് ക്ലോത്ത് ആസ് ദേ ഗെറ്റ് ഡ്രൈ. നമ്മൾ നനഞ്ഞ തുണിയൊക്കെ ഉണക്കാനിടുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതേപോലെ തന്നെ തുണിയിലത്തെ വെള്ളത്തിന് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നല്ല വെയിലത്ത് ഉണക്കാനിടുമ്പോൾ ഈ വെയിലിൻ്റെ ചൂട് കൊണ്ട് തുണിയിലത്തെ വെള്ളത്തിന് എന്താ സംഭവിക്കുന്നത്? അത് സ്റ്റീമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വെള്ളം നീരാവിയായിട്ട് പോവാൻ തുടങ്ങും. അപ്പോൾ അതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നതെന്നറിയോ? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്, ബാഷ്പീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് നമുക്ക് പറയാം വാട്ടർ ഗെറ്റ് ഇവാപ്പറേറ്റഡ്. വെള്ളത്തിന് എന്ത് സംഭവിച്ചു? ബാഷ്പീകരണം സംഭവിച്ചു. ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ വെള്ളം നന്നായിട്ട് ചൂട് പിടിച്ച് നീരാവിയായിട്ട് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്താണെന്ന് നോക്കാം. The spreading of small particle of liquid from its surface to the surrounding is called vaporization. അതായത് ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേപ്പറൈസേഷൻ. അതിൻ്റെ മലയാളത്തിൽ ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ നനഞ്ഞ തുണിയൊക്കെ തന്നെ നല്ല വെയിലത്ത് ഉണക്കാനിടുമ്പോൾ സൂര്യൻ്റെ ചൂട് കൊണ്ട് ഈ തുണിൻ്റെ സർഫസിൽ നിന്ന് ചെറിയ ചെറിയ വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ പാർട്ടിക്കിൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? അതിൻ്റെ സറൗണ്ടിലേക്ക് സ്പ്രെഡ് ആവുക, വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ആസ് എ സബ്സ്റ്റൻസ് ഹീറ്റ് അപ്പ് ദ റേറ്റ് ഓഫ്
വേപ്പറൈസേഷൻ ഇൻക്രീസസ്, അതായത് ചൂട് കൂടുന്നതിനനുസരിച്ച് ഈ വേപ്പറൈസേഷനും എന്താവും, കൂടും. നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ നനഞ്ഞ തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങും അല്ലേ. അതെന്തുകൊണ്ടാണ്? അവിടെ ഇവാപ്പറേഷൻ പെട്ടെന്ന് നടക്കുന്നത് കൊണ്ടാണ്, ബാഷ്പീകരണം പെട്ടെന്ന് നടക്കുന്നത് കൊണ്ടാണ് ഈ തുണികളൊക്കെ പെട്ടെന്ന്. വേപ്പറൈസേഷൻ ഒക്കേഴ്സ് അറ്റ് ഓൾ ടെമ്പറേച്ചർ, എല്ലാ ടെമ്പറേച്ചറിലും വേപ്പറൈസേഷൻ നടക്കുന്നുണ്ട്, ബാഷ്പീകരണം നടക്കുന്നുണ്ട്. വാട്ടർ ഈസ് ദ ഓൺലി സബ്സ്റ്റൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ നാച്ചർ ഇൻ ഓൾ 3 സ്റ്റേറ്റ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അതായത് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും ഇങ്ങനത്തെ 3 സ്റ്റേറ്റിലും പ്രകൃതിദമായിട്ട് കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം, വെള്ളം എന്ന് പറയുന്നത്. എല്ലാ സബ്സ്റ്റൻസും ഇങ്ങനെ കാണപ്പെടണമെന്നില്ല, ഈ 3 സ്റ്റേറ്റിലും എല്ലാ സബ്സ്റ്റൻസും കാണപ്പെടണമെന്നില്ല. എന്നാൽ വെള്ളമാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ ഐസായിട്ടും ലിക്വിഡ് സ്റ്റേറ്റിൽ വാട്ടറായിട്ടും, നമ്മൾ സാധാ വെള്ളമായിട്ടും, പിന്നെ ഗ്യാസ് സ്റ്റേറ്റിൽ സ്റ്റീമായിട്ടും നീരാവിയായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് വാട്ടർ ലെവൽ, ജലനിരപ്പ്. ലുക്ക് അറ്റ് ദ ബിൽഡർ ഹൂ മെഷർ ദ ലെവൽ യൂസിങ് ദ ലെവൽ ട്യൂബ് ഫില്ലഡ് വിത്ത് വാട്ടർ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരാളെ കാണാം, അയാൾ എന്തോ ട്യൂബ് കൊണ്ട് എന്തോന്ന് ആ ജനാലിൻ്റെ മെഷർമെൻറ്റ് എന്തോ സംതിങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ആ ജനലിൻ്റെ ലെവൽ സെയിം ആണോ, കറക്റ്റായിട്ടുള്ള ഈക്വൽ ലെവലിലാണോ ആ ജനൽ ഉള്ളതെന്ന് മെഷർ ചെയ്യാണ് ഈ ബിൽഡർ. അപ്പോൾ ഇവിടെ എന്താണ്, അയാളുടെ കയ്യിലൊരു ലെവൽ ട്യൂബ് ഉണ്ട്, അതിൽ വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ചിട്ട് ആ വെള്ളം ഒരേ ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ആ ജനാലിൻ്റെ ലെവൽ സെയിം ആണ്, ഓക്കെ, ഈക്വൽ ലെവലിലാണ് ആ ഒരു ജനാല നിൽക്കുന്നത്. ഫിൽ എ ലെവൽ ട്യൂബ് വിത്ത് വാട്ടർ ആൻഡ് ചെക്ക് ദ ലെവൽ ഓഫ് ഡിഫറെൻറ്റ് പ്ലേസസ് ഇൻ യുവർ ക്ലാസ് റൂം. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഒരു ട്യൂബ് കൊണ്ടുപോവുക, എന്നിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ ക്ലാസ് റൂമിലെ ജനാലും അതേപോലെ ബോർഡും ഒക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒരേ ലെവലിലാണോ അതൊക്കെ ഉള്ളതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. മേക്ക് ദ അപ്പാരറ്റസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പം മേലെ തന്നിരിക്കുന്ന ആ ഒരു അപ്പാരറ്റസ് നിങ്ങൾ ശ്രദ്ധിച്ച 3 ഡിഫറെൻറ്റ് ടൈപ്പ് ബോട്ടിലുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യാൻ ഒരു ട്യൂബുണ്ട് അവിടെ, ഓക്കെ. പോർ വാട്ടർ ഇൻ എനി ബോട്ടിൽ ആൻഡ് ഒബ്സർവ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതായത് ഏതെങ്കിലും ഒരു ബോട്ടിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? എന്താണ് നമ്മൾ കാണാൻ പറ്റുക? എല്ലാ ബോട്ടിലേക്കും ആ ട്യൂബിലൂടെ വെള്ളം ഒഴുകിപ്പോകും. ആ നിൽക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഒരേ ലെവലിലും ആയിരിക്കും, അല്ലാതെ ഒരു ബോട്ടിൽ കുറയും മറ്റേ ബോട്ടിൽ കുറച്ചൊന്നല്ല, എല്ലാ ബോട്ടിലും തുല്യമായിട്ടായിരിക്കും വെള്ളം നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. റൈറ്റ് യുവർ ഫൈൻഡിങ് ഇൻ യുവർ സയൻസ് ഡയറി. നമ്മുടെ ഫൈൻഡിങ്സ് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞത്. എന്താണ് ഇവിടെ? അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് പറയാം, വാട്ടർ മെയിൻറ്റെയിൻസ് ഈക്വൽ ലെവൽ ഇൻ ഓൾ ബോട്ടിൽ. അപ്പോൾ എല്ലാ ബോട്ടിലും ഒരേ ലെവലിൽ തന്നെ വെള്ളം നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ ബോട്ടിൽ ഇപ്പോൾ ഏത് ഷേപ്പാണെങ്കിലും ഈക്വൽ ഷേപ്പ് ആവണമെന്നില്ല, ഏത് ഷേപ്പ് ആയിക്കോട്ടെ, ആ ഏത് ഷേപ്പാണെങ്കിലും വെള്ളം നിൽക്കുന്നത് ഒരു ഈക്വൽ ലെവലിലായിരിക്കും. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് വിൽ ഹാപ്പൻ ടു ദ വാട്ടർ ലെവൽ ഇൻ ദ വെൽ ഓഫ് ദ നിയർ ബൈ ഹൗസസ് വെൻ വാട്ടർ ബോഡീസ് ഡ്രൈസ് അപ്പ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ തൊട്ടടുത്തുള്ള ജലാശയങ്ങളിൽ, ജലാശയം എന്ന് പറഞ്ഞാൽ വാട്ടർ ബോഡീസ്, ഈ വാട്ടർ ബോഡീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? അതിൽ കുളങ്ങൾ വരും, പുഴകളൊക്കെ വരും. അതൊക്കെ വറ്റി വരുമ്പോൾ അല്ലെങ്കിൽ അതിലത്തെ വെള്ളം കുറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലെ ഈ പുഴകളുടെയും അതേപോലെ തന്നെ കുളങ്ങളുടെയൊക്കെ തൊട്ടടുത്തുള്ള വീടുകളിലെ കിണറിലെ വെള്ളത്തിന് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് പറയാം, വാട്ടർ ലെവൽ ഓഫ് വെൽ ഗെറ്റ് ഡിക്രീസസ്. വെൽ എന്ന് പറഞ്ഞാൽ കിണർ, ഓക്കെ. ആ തൊട്ടടുത്തുള്ള ഈ ജലാശയങ്ങളുടെ തൊട്ടടുത്തുള്ള വീടുകളിലെ കിണറിലെ വെള്ളമൊക്കെ കുറഞ്ഞു വരുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ചോദ്യമാണ്, വിൽ ദ അൺകൺട്രോൾഡ് യൂസ് ഓഫ് വാട്ടർ ബൈ ഇൻഡസ്ട്രീസ് എഫക്ട് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഇൻ ദാറ്റ് ഏരിയ. അതായത് ഇൻഡസ്ട്രീസിലൊക്കെ അധികമായിട്ട് നിയന്ത്രണമില്ലാതെ നമ്മൾ ജലമെടുത്തു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ജലലഭ്യതയെ ബാധിക്കുമോ എന്നാണ് ചോദ്യം. ഉണ്ടാകില്ലേ? ഉണ്ടാകും. അതായത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ ധാരാളം വെള്ളം എടുത്തു കഴിയുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് അടുത്തുള്ള വീടുകളിലെ കിണറുകളിലൊക്കെ വെള്ളം എന്ത് ചെയ്യും? ഇതിലേക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ട് ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ കിണറിലെ വെള്ളമൊക്കെ കുറഞ്ഞു വരാൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജലം എപ്പോഴും അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നോക്കുന്നത്. ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, മുകളിലത്തെ ബോട്ടിൽ നിങ്ങൾ കണ്ടില്ലേ, മുകളിലത്തെ ആ ഒരു പിക്ചർ, 3 ബോട്ടിലും ഡിഫറെൻറ്റ് വലുപ്പവും സൈസൊക്കെയാണ്. അപ്പോൾ
അപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക ഇത് മൂന്നും തൊട്ടടുത്തുള്ള കിണറുകളാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ആദ്യത്തെ ബോട്ടിൽ അല്ലേ, അല്ലെങ്കിൽ ആദ്യത്തെ കിണറിൽ നിന്ന് നമ്മൾ ധാരാളം വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. ധാരാളം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം വെള്ളം ആദ്യത്തെ കിണറിന് ഉപയോഗിക്കുമ്പോൾ അതിലത്തെ വെള്ളത്തിൻ്റെ അളവ് പൊതുവെ കുറഞ്ഞു വരാൻ തുടങ്ങും അല്ലേ. അപ്പോൾ കുറഞ്ഞു വരുമ്പം തൊട്ടടുത്തുള്ള 2 ബോട്ടിൽ നിന്നും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള 2 കിണറുകളിൽ നിന്നും വെള്ളം എന്താവാൻ തുടങ്ങും. അതെ, ഒന്നെങ്കിൽ ആ ട്യൂബിലൂടെ ഇങ്ങനെ ഈ ഒരു ഫസ്റ്റിലത്തെ ബോട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആ 2 ബോട്ടിലും രണ്ടാമത്തതും മൂന്നാമത്തെ ബോട്ടിലും ധാരാളം വെള്ളവും ഒന്നാമത്തെ ബോട്ടിൽ കുറവ് വെള്ളവും ആയിരിക്കില്ല. എപ്പോഴും എങ്ങനെയായിരിക്കും, വെള്ളം എപ്പോഴും അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നോക്കുക. രണ്ടാമത്തെ ബോട്ടിൽ ധാരാളം വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴുകി ഒന്നാമത്തെ ബോട്ടിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഈ 3 ബോട്ടിലും അതിൻ്റെ വെള്ളം എന്ന് പറയുന്നത് എപ്പോഴും സെയിം അല്ലെങ്കിൽ ഈക്വൽ ലെവലിൽ ആക്കാനാണ് വെള്ളം നോക്കുന്നത്. ഇനി അടുത്തത് ആ ഒരു ഗ്രീൻ ബോക്സ് നോക്കിക്കുക. വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ. വെള്ളം അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. അപ്പോൾ ഇതാണ് ഒരു പ്രോപ്പർട്ടി, വെള്ളത്തിൻ്റെ ഒരു സവിശേഷതയാണ്. വെള്ളം എന്ത് ചെയ്യും, അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അടുത്ത ടോപ്പിക്കാണ് വാട്ടർ സോഴ്സസ്, ജലസ്രോതസ്സുകൾ എന്ന് പറയും. എർത്ത് ഈസ് എ വാട്ടറി പ്ലാനറ്റ്. നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത് എന്താണ്, ഒരു ജലസമൃദ്ധമായിട്ടുള്ള ഒരു ഗ്രഹമാണ്. എർത്തിൻ്റെ ഗ്ലോബൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അതിൻ്റെ കളറ് തന്നെ 3/4 ഭാഗവും ഏത് കളറാണ്, നീല കളറാണ്. അപ്പോൾ ഇവിടെ നീല കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, വാട്ടറാണ്. അപ്പോൾ നമ്മളുടെ ഭൂമിൻ്റെ 3/4 ഭാഗവും എന്താണുള്ളത്, വെള്ളമാണ് ഉള്ളത്. ഈ വെള്ളമൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണോ, നമുക്ക് നോക്കാം. സീ വാട്ടർ കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് സാൾട്ട്, സോ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡെയിലി നീഡ്സ്. അതായത് നമ്മളുടെ ഈ ഒരു ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, സീ ആണ് അല്ലേ, കടലാണ്. അപ്പോൾ ഈ കടലിൽ കുറേ വെള്ളം ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇല്ല. കാരണം എന്താണ്, ആ കടലിൽ ധാരാളം അളവിൽ ഉപ്പ് കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുടിക്കാനൊന്നും ഈ ഉപ്പ് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. നമുക്ക് ചുറ്റും എന്തൊക്കെ വാട്ടർ ബോഡീസ് ഉള്ളത്, എന്തൊക്കെ ജലസ്രോതസ്സുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ലേക്ക് ഉണ്ട്, ലേക്ക് എന്ന് പറഞ്ഞാൽ തടാകമുണ്ട്, പോണ്ട് ഉണ്ട് അല്ലേ, കുളങ്ങളുണ്ട്, പിന്നെ കിണറുകളുണ്ട്, പിന്നെ അതേപോലെ എന്തൊക്കെയുണ്ട്, റിവർ, പുഴകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്, വാട്ടർ സോഴ്സുകളാണ്, ജലസ്രോതസ്സുകളാണ്. അപ്പം ഇതിലേക്കൊക്കെ വെള്ളം എത്തുന്നത് എങ്ങനെയാണ്, മഴയിലൂടെയാണ് അല്ലേ, ത്രൂ റെയിൻ, മഴയിലൂടെയാണ് വെള്ളം എത്തുന്നത്. ഇനി ആ ഒരു ഗ്രീൻ ബോക്സ് നോക്കിക്കേ. വാട്ടർ ഡ്രോപ്പ് സേസ്, ജലത്തുള്ളിക്ക് പറയാനുള്ളത്. ലിവിങ് തിങ്സ് കനോട്ട് ലിവ് വിത്തൗട്ട് അസ്. എന്താണ് പറയുന്നത് ഇവിടെ, ജലത്തുള്ളികൾ, ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ആസ് ദ വാട്ടർ ബോഡീസ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് വി റൈസ് ഇൻ ടു അറ്റ്മോസ്ഫിയർ. അതായത് ഈ ജലാശയങ്ങൾക്ക് ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. ഇവിടെ ജലത്തുള്ളികൾ പറയാണ്. ഇവിടെ ഞങ്ങൾ എന്ന് പറയുന്നത് ആരെയാണ്, ജലത്തുള്ളികളെയാണ്. അപ്പോൾ ജലത്തുള്ളികൾ എന്തൊക്കെയാണ് പറയുന്നത്, ഞങ്ങളില്ലാതെ ജീവജാലങ്ങൾക്ക് ജീവിക്കാനാവില്ല. അതേപോലെ തന്നെ ജലാശയങ്ങളൊക്കെ ചൂട് പിടിച്ച് പിന്നെ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നുണ്ട്. പിന്നെ വി ദെൻ ഗെറ്റ് കൂൾഡ് ആൻഡ് ടേൺ ഇൻ ടു റെയിൻ ക്ലൗഡ്. അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, തണുത്ത് മഴമേഘങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ സ്മോൾ പാർട്ടിക്കിൾസ് ഇൻ ദ റെയിൻ ക്ലൗഡ്സ് കമ്പൈൻ ടുഗദർ ആസ് റെയിൻ ഡ്രോപ്പ് ആൻഡ് ഫോൾ ടു എർത്ത്. എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത് ഇവിടെ, അതെ, അവിടെ വെച്ചിട്ട് ചെറു കണികകളായ ഞങ്ങൾ എന്ത് ചെയ്യും, ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം വരാം, എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ മഴ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ആൻസറാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തത്. ദസ് വി ബിക്കം പാർട്ട് ഓഫ് വാട്ടർ സോഴ്സസ്. അങ്ങനെ ഞങ്ങൾ എന്തിൻ്റെ പാർട്ടായിട്ട് മാറുന്നു, ജലസ്രോതസ്സുകൾ, വാട്ടർ സോഴ്സിൻ്റെ പിന്നെ പാർട്ടായിട്ട് മാറുന്നു. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നതിനുള്ള ആൻസറാണിത്. ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യപേപ്പറിൽ കണ്ടതാണ്. പിന്നെ റെയിന് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കണം. എങ്ങനെയാണ് ഇവിടെ നമ്മളുടെ ഈ വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പോണ്ടാവാം, കുളങ്ങളാവാം, റിവർ ആവാം. ഇതൊക്കെ തന്നെ എന്താണ്, ചൂട് പിടിച്ച് അന്തരീക്ഷത്തിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് ഉയരുന്നു. അങ്ങനെ ഈ ഒരു ജലസ്രോതസ്സിൽ നിന്ന് ചൂട് പിടിച്ച് ഇവർ ഉയർന്നതിന് ശേഷം എന്താണ് ഉയരുന്നത്, ചെറു കണികകളായിട്ടുള്ള ജലത്തുള്ളികളാണ്
ഈ ഒരു ജലസ്രോതസ്സിൽ നിന്ന്, വാട്ടർ ബോഡീസിൽ നിന്നൊക്കെ ഉയരുന്നത്, നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. അവിടെ വെച്ചിട്ട് ഈ ജലത്തുള്ളികളൊക്കെ എന്തായിട്ട് മാറും? തണുത്ത മഴമേഘങ്ങളായിട്ട് മാറും. അങ്ങനെ മഴമേഘങ്ങളായിട്ട് മാറിയതിന് ശേഷം ഇവർ ഈ ചെറു കണികകളായിട്ടുള്ള ഈ ജലത്തുള്ളികളൊക്കെ ഒന്നിച്ച് ചേർന്നിട്ട് മഴത്തുള്ളികളായിട്ട് വീഴുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്, ഇത് നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കുക. അപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾ ഇത് പഠിക്കേണ്ടത്. ഇത് അതേപോലൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ ഫ്രഷ് വാട്ടർ അവൈലബിൾ ഓൺ എർത്ത്. ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലമാണ് ജീവജാലങ്ങൾക്കൊക്കെ ആവശ്യം. നമുക്കൊക്കെ ഈ സീയിൽ നിന്ന് ലഭിക്കുന്ന ഉപ്പുജലമല്ല, കടലിൽ നിന്ന് ലഭിക്കുന്ന ഉപ്പുജലമല്ല നമുക്ക് ആവശ്യം, നമുക്ക് ശുദ്ധജലമാണ് ആവശ്യം. ബട്ട് സം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ കോസിങ് വാട്ടർ പൊല്യൂഷൻ. എന്നാൽ മനുഷ്യൻ്റെ ചില ഇടപെടലുകൾ എന്തിന് കാരണമാകുന്നുണ്ട്? വാട്ടർ പൊല്യൂഷൻ, അതായത് ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഇവിടെ ചില ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കുക. ഈ ആക്ടിവിറ്റീസൊക്കെ വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഒന്നാമത്തത് അവിടെ കന്നുകാലികളെ കുളിപ്പിക്കുന്നത് കണ്ടില്ലേ, അതൊരു വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് അല്ലേ, നമുക്ക് പിന്നെ നമ്മളുടെ പുഴയിലേക്കൊക്കെ നിക്ഷേപിക്കുന്നതും ഈ ഒരു വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തെ പല സാധനങ്ങളും ഈ പുഴയിലേക്ക് വലിച്ചെറിയുന്നതും നമ്മളുടെ വാട്ടർ പൊല്യൂഷന് കാരണമാകും. പിന്നെ നമ്മുടെ ഈ ഒരു പുഴയിൽ വെച്ച് നമ്മൾ അലക്കുന്നതൊക്കെ അതെന്താണ്, സോപ്പുമായിട്ടൊക്കെ ഈ വെള്ളവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഈ വെള്ളത്തിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ നശിക്കാനൊക്കെ കാരണമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, വാട്ടർ പൊല്യൂഷന് കാരണമാകുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ലെറ്റസ് കൺസേർവ് ഫോർ ഫ്യൂച്ചർ. അപ്പോൾ കരുതി വെക്കാം നാളേക്ക്. വി ആർ ഇൻ പ്ലേസ് ദാറ്റ് റിസീവ് ലാർജ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ. മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത്. നമ്മുടെ കേരളത്തിൽ പൊതുവേ നല്ല മഴ ലഭിക്കാറുണ്ട്. ബട്ട് ഇൻ സമ്മർ ദർ ഈസ് ഡ്രഫ് ഇൻ മെനി ഏരിയാസ്. ഡ്രഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ എന്താണ്, വരൾച്ച. പിന്നെ ഇവിടെ പറഞ്ഞതാണ് വേനൽക്കാലമാകുമ്പം ചില നാടുകളിലൊക്കെ, കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വരൾച്ച അനുഭവപ്പെടാറുണ്ട്. ഇഫ് വി ഹാർവെസ്റ്റ് റെയിൻ വാട്ടർ വി ക്യാൻ എൻഷ്യൂർ വാട്ടർ അവൈലബിലിറ്റി ഈവൻ ഇൻ സമ്മർ. അതായത് മഴവെള്ളം സംഭരിച്ചു വെച്ചാൽ വേനൽക്കാലത്തും ജലലഭ്യത നമുക്ക് ഉറപ്പ് വരുത്താമെന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഹാർവെസ്റ്റ് റെയിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ മഴവെള്ളം സംഭരിച്ചു വെക്കുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡിലൂടെയാണ് നമുക്ക് മഴവെള്ളം സംഭരിച്ചു വെക്കാൻ പറ്റുമെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺസേർവ് ചെയ്യുക, സംഭരിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ കൺസേർവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചോദ്യം എക്സാമിന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെയും മിക്ക ചോദ്യ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണാം. ഹൗ ക്യാൻ വി കൺസേർവ് റെയിൻ വാട്ടർ, അല്ലെങ്കിൽ വാട്ട് ആർ ദ മെത്തേഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ടർ സ്റ്റോറേജ്. അതായത് എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് ജലസംഭരണത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോയിൻ്റായിട്ട് അവിടെ എഴുതാം. ഒന്നാമത്തത് റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, മഴവെള്ള സംഭരണി. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ടാങ്ക്, അത് മഴവെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ടാങ്കാണിത്. രണ്ടാമത്തതാണ് ചെക്ക് ഡാം. ഈ ഒരു ചിത്രത്തിൽ കാണുന്നില്ലേ, പോയിൻ്റെ നടുവിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളത്തെ കെട്ടി നിർപ്പിക്കുക. ഇനി മൂന്നാമത്തതാണ് സ്റ്റോൺ വാൾ, അതായത് കയ്യാല എന്ന് മലയാളത്തിൽ പറയും. ഇനി 4ാമത്തത് വെൽ റീചാർജിങ്, കിണർ റീചാർജ് ചെയ്യുക. അതായത് ഈ ഡയറക്റ്റ് ആയിട്ട് മഴവെള്ളമൊക്കെ ഇതേപോലെ ആ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ചെറിയ പൈപ്പിലൂടെ കിണറിലേക്ക് കൊണ്ടുവരുന്ന ഈ രീതിയാണ് പിന്നെന്താണ് വെൽ റീചാർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അറിയുന്ന മറ്റു മാർഗ്ഗങ്ങളും കൂടെ അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ അതർ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ടർ സ്റ്റോറേജ്. നമുക്കറിയുന്ന മറ്റു മാർഗ്ഗങ്ങളും കൂടെ അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ നമുക്ക് പറയാം? മഴക്കുഴികൾ. അപ്പോൾ അതിനെ ഇംഗ്ലീഷിൽ റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്സ് എന്ന് പറയും. ഓക്കെ, മഴക്കുഴികൾ, അത് നമ്മളുടെ നാട്ടിലൊക്കെ പൊതുവേ കണ്ടുവരുന്നതാണ്. പിന്നെ മഡ് വാൾസ്, ചെളി കൊണ്ടൊക്കെ ഞാൻ ഇതേപോലെ ചെറിയ വാൾസ്, മതിലുകൾ കെട്ടിണ്ടാക്കുക. പിന്നെ സ്ലോപ്പിംഗ് ലാൻഡ് കട്ട് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്. അതായത് ഇങ്ങനെ ചെരിഞ്ഞ സ്ഥലം ഉണ്ടാകും. ഈ ചെരിഞ്ഞ സ്ഥലത്തിനൊക്കെ പെട്ടെന്ന് മഴ കുത്തിയൊലിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യും. ഈ ലാസ്റ്റ് ആ ഒരു ബോക്സിൽ എഴുതി നോക്കിക്കുക, പ്യുവർ വാട്ടർ ഈസ് പ്രിഷ്യസ്, ഡോൺ വേസ്റ്റ് ഇറ്റ്. അതായത് ശുദ്ധജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. അപ്പോൾ ഇതേപോലെ പോസ്റ്ററൊക്കെ നിർമ്മിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാം എക്സാമിന്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ഒരു പാഠം വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എക്സാമിന് വരുമെന്ന് പറഞ്ഞ കുറച്ച് പോർഷൻസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്